യാത്രാദുരിതം തീരാതെ ഇടുക്കി ഇടമലക്കുടിയിലെ ആദിവാസികൾ. കൂടലാർകുടി ആദിവാസി ഉന്നതിയിലെ വയോധികയെ ചുമന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. പനിയും ശ്വാസം മുട്ടലിനെയും തുടർന്ന് രാജകന്യ അവശ നിലയിലായിരുന്നു. കഴിഞ്ഞ മാസമാണ് രാജകന്യയുടെ ചെറുമകൻ കാർത്തി പനി ബാധിച്ച് മരിച്ചത്. 10 കിലോമീറ്ററിലധികം ചുമന്ന് കാർത്തി ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. റോഡില്ലാത്തതാണ് ഇവിടുത്തെ വികസനങ്ങൾ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കാൻ മുഖ്യ കാരണം റോഡാണ്. മാത്രമല്ല, ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നൊരു പേഷ്യൻറ്റിനെ കഴിഞ്ഞ മാസം 22-ാം തീയതി ഇങ്ങേരുടെ പേരക്കുട്ടി മരിച്ചു. അന്ന് തുടങ്ങിയ പനി ഇന്ന് മുതൽ മാറാതിരുന്നതുകൊണ്ട് ഇന്ന് കെട്ടിച്ചുമന്നുകൊണ്ട് ഈ പാലം വഴിയാണ് ഞങ്ങൾ ഇന്ന് കടത്തിയിരിക്കുന്നത്. അതായത് എടമലക്കുടി സൊസൈറ്റി കുടിയിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്ററോളം വരും നിലവിൽ നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്ന അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലെത്താൻ. എന്നാൽ ഈ കൂടലാർകുടിയിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ബസ് റൂട്ടിലെത്താൻ പറ്റും. ഈ ആനക്കുളം ബസ് റൂട്ടിലെത്താൻ പറ്റും. ഈ ഒരു റോഡ് ഞങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമുള്ള റോഡാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ്, ഞങ്ങൾ ഈ ഇടമലക്കുടിയിൽ ജീവിക്കുന്ന ഒരു സൈഡിൽ ജീവിക്കുന്ന ഞങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, രോഗിയെ ചുമന്നു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് വേറൊന്നും വേണ്ട. ഈ മനുഷ്യരുടെ പ്രയാസം ആളുകൾക്ക് പകർന്നു നൽകാൻ എത്ര കണ്ട് വലിയൊരു പ്രയാസമാണ് അവർ അവരുടെ നേടുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ റോഡ് പ്രശ്നത്തിൽ ഇപ്പോഴും ഒരു ചലനം പോലും ഇല്ലാത്തത്? ഇതാദ്യമായിട്ടല്ല ഇടമലക്കുടിയിൽ നിന്ന് സമാനമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ ബൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 ആഴ്ചകൾക്ക് മുമ്പാണ് 5 വയസ്സുകാരനായ കാർത്തി എന്ന കുട്ടിയെ ചികിത്സാർത്ഥം ചുമന്നു കൊണ്ടുപോവുകയും എന്നാൽ തിരികെ ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ആ കുട്ടി മരണപ്പെടുകയും ചെയ്തത്. ചികിത്സ വൈകിപ്പിച്ചത് മൂലമാണ് ആ 5 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് ഇടമലക്കുടി നിവാസികൾ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാർത്തിയുടെ മുത്തശ്ശിയായിട്ടുള്ള രാജകന്യയെ ചുമന്നു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ കാർത്തിക്ക് രോഗബാധ ഉണ്ടായ സമയത്ത് തന്നെ രാജകന്യയും രോഗബാധിതയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത്ര ദിവസവും ചികിത്സയ്ക്ക് മറ്റിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ കിടത്തി ചികിത്സിക്കുകയായിരുന്നു. പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ഇന്നലെ അവരെ ചുമന്നുകൊണ്ട് 80 കിലോമീറ്റർ അപ്പുറയുള്ള അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇടമലക്കുടിയിലേക്കുള്ള എത്ര കിലോമീറ്ററോളം ദൂരം അവരിങ്ങനെ ചുമന്നുപോയി കാണും ആഷിഖ്? ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരം ചുമന്നാലാണ് ഇടമലക്കുടിയിലെ കൂടലാർകുടിയിൽ നിന്ന് ആനക്കുളത്തേക്ക് എത്തുക. ആനക്കുളത്ത് നിന്നാണ് ബസ്സും മറ്റു വാഹന സൗകര്യങ്ങളുള്ളൂ. അവിടെ നിന്നാണ് അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. ഈ ഇടമലക്കുടിയിലേക്ക് പ്രധാനപ്പെട്ട പാത രാജമല കൂടിയുള്ള പാതയാണ്. റോഡ് അവിടെയുണ്ട്. പക്ഷേ ഈ മഴക്കാലത്ത് ആ റോഡ് പൂർണ്ണമായും തകരുകയും ഓഫ് റോഡ് ജീപ്പുകൾക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത രീതിയിലേക്ക് ആ റോഡ് പൂർണ്ണമായും നശിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് ആ വഴിയിലൂടെയുള്ള യാത്ര പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചികിത്സയ്ക്കും മറ്റുമായി അവിടുത്തെ ആദിവാസി ജനത ഒരു നിമിഷം ആഷിഖ്, ഇപ്പോൾ CPM മൂന്നാർ ഏരിയ സെക്രട്ടറി ആർ ഈശ്വരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആർ ഈശ്വരൻ, ഈ മനുഷ്യരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. 10 കിലോമീറ്ററോളം ദൂരമാണ് അങ്ങനെ ഒരു വയോധികയെ ചുമന്നു കൊണ്ടുപോയത്. അത്രയും ദൂരം ചുമന്നു കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ അവർ മരിക്കുമോ എന്ന് പോലും ആശങ്കയോട് കൂടിയായിരിക്കും ആ യാത്ര. അപ്പോൾ ഈ ദുരിതം എന്തുകൊണ്ടാണ് ഇപ്പോഴും സർക്കാരിൻ്റെ അല്ലെങ്കിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഒരു പരിഹാരം ഉണ്ടാകാത്തത്? അത് ഈ എടമലക്കുടിയുടെ ഒരു ഭാഗത്ത് കിടക്കുന്നതാണ് ഈ കൂടലാർകുടി എന്ന് പറയുന്നത്. അവർക്ക് എത്തിപ്പെടാനായിട്ട് മാങ്കുളമാണ് അടുത്തുള്ളത്, ആനക്കുളം ആണ് അടുത്തുള്ളത്. ഹലോ, കേൾക്കാം. മാങ്കുളം എന്ന് പറയുന്ന ആനക്കുളമാണ് അവർക്ക് അടുത്തുള്ളത്. ഇപ്പുറത്തെ കുടികളിലേക്കുള്ള വഴി ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഇപ്പം എടമലക്കുടിയിലെ സൊസൈറ്റി കുടി വരയ്ക്കുള്ള റോഡുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി ഇനി ചെയ്ത് തീർക്കാനുണ്ട്. അത് കുറച്ചാണ് അങ്ങോട്ട് എത്തത്തുള്ളൂ. ഈ കൂടലാർകുടിയില് 12 വീടുകളാണ് ഉള്ളത്. അവിടേക്കും വഴി എത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ മീൻകുത്തി വരയ്ക്കുള്ള റോഡായിട്ടുണ്ട്, ജീപ്പ് റോഡുകൾ ആയിട്ടുണ്ട്. അങ്ങോട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം കൊണ്ട് വർക്ക് പൂർത്തിയാക്കാൻ കഴിയും?
അത് ഇപ്പൊ തന്നെ നമ്മുടെ 18 കോടി രൂപ പാക്കേജിൽ ഉൾപ്പെടുത്തിയുള്ള റോഡ് പണി പെട്ടിമുടിയിൽ നിന്ന് വർക്ക് നടത്തുന്ന ആള് ഇപ്പൊ നിർത്തിവെച്ചിരിക്കുക മഴ ആയതുകൊണ്ട്. മഴ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടപെടും. ശരി, ഇപ്പോൾ ദേവികുളം MLA രാജ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എ രാജ, വലിയ ദുരിത പർവ്വങ്ങളിലൂടെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഒരു വയോധികയെ തോളിലേറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഹൃദയഭേദകമായ ഒന്നാണ്. അപ്പോൾ ഈ കൊടനാർക്കുടിക്കാരുടെ ഈ റോഡില്ലാത്ത പ്രയാസം എന്ന് തീരും? ഇപ്പോൾ ഈ ഈശ്വരൻ പറയുന്നത് പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ മുറ്റത്തേക്ക് റോഡ് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും റോഡ് കൊടുക്കണം, അവരുടെ ആവശ്യങ്ങളെല്ലാം ഓരോന്നായി നിറവേറ്റണമെന്നാണ് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവമായി പോയി. യഥാർത്ഥ വിഷയം ഒരു 15 വർഷത്തിന് പുറകിൽ നമ്മൾ ഇടമലക്കുടി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽനട മാത്രമേ സാധ്യമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇടമലക്കുടിയിലേക്ക് എല്ലാ കുടിയിലേക്കും 28ഓളം കുടികളുണ്ട്. ആ 28ഓളം കുടികളിലേക്കും കാൽനട മാത്രമേ സാധ്യമുണ്ടായിരുന്നു. മൂന്നാർ പഞ്ചായത്തിന്റെ ഒരു ഭാഗമായിരുന്ന ഒരു കുടി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അത് പഞ്ചായത്തായി രൂപീകരിച്ചതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അവിടെ PHC ആരംഭിച്ചു. PHC ആരംഭിക്കുമ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തി അതിന്റെ തുടക്കം കുറിച്ചു. ഇപ്പൊ അവിടെ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, മറ്റ് ടെക്നീഷ്യൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രവർത്തനം അവിടെ തന്നെ ആരംഭിച്ചു. നേരത്തെ മൂന്നാറിലായിരുന്നു, ഇപ്പൊ അവിടെ ആരംഭിച്ചു. പിന്നീട് അവർക്ക് കറണ്ട് എത്തിച്ചു. അത് മാത്രമല്ല അവിടത്തേക്ക് റോഡ് എന്ന് പറയുന്നത് ഒരിക്കലും നേരത്തെ അവരൊന്നും ആഗ്രഹിക്കാതിരുന്ന ഒന്നാണ്. റോഡ് വേണ്ടെന്നാണ് ആദ്യം അവർ നിലപാടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോ റോഡുകൾ അവരാഗ്രഹിക്കുന്നതല്ലോ കാര്യം. ഈ രീതിയിൽ ഒരു അയോധ്യയ്ക്ക് അവിടുത്തെ മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവർക്ക് കാണുന്ന ആളുകൾ അവിടെ പണ്ട് റോഡ് ഉണ്ടായിരുന്നു എന്നിട്ട് അവരെങ്ങനെ ചുമന്ന് നടന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇതിലേക്ക് എത്തുവാണ്. അപ്പോഴാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഈ ആശുപത്രിയും അതുപോലെ സ്കൂളും പഞ്ചായത്ത് ഓഫീസ് അടക്കം എല്ലാം കേന്ദ്രീകരിക്കുന്ന സ്ഥലത്തേക്ക് ആദ്യം റോഡ് കൊടുക്കണം. റോഡ് കൊടുക്കുമ്പോൾ വനത്തിന്റെ അകത്തിലൂടെയാണ് റോഡ് കൊടുക്കുന്നത്. ഇപ്പോ 2 റീച്ചായിട്ട് 18.5 കോടിയുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ അവിടെ വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മെറ്റീരിയൽ അവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൂടാതെ ഉണ്ടാക്കുന്ന റോഡ് നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 60% ആദ്യത്തെ റീച്ചിന്റെ വർക്ക് കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഈ കൂടലാർകുടി എന്ന് പറയുന്നത് ഈ സൊസൈറ്റി കുടി റോഡ് ഇപ്പൊ എത്തിക്കുന്നത് സൊസൈറ്റി കുടി വരെയാണ്. ഈ സൊസൈറ്റി കുടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ 1.5 മണിക്കൂർ കാൽനട യാത്രയായി ചെന്നാൽ മാത്രമേ ഈ കൂടലാർകുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവർ ആശുപത്രി ഉണ്ടായിട്ട് പോലും ആശുപത്രിയിലേക്ക് ഇങ്ങോട്ടല്ല വരുന്നത്. അവർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഈ ദേവുളം ഇതിൽ തന്നെയുള്ള മാങ്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ 4 കിലോമീറ്റർ കൊണ്ട് അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാം. അതുകൊണ്ടാണ് അവര് ആ രീതിയിൽ അങ്ങോട്ട് പോകുന്നത്. അവർക്ക് അതാണ് എളുപ്പമെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു കുടിയുടെ ഏറ്റവും അടുത്ത് എത്തിച്ചേരാവുന്ന ആശുപത്രി അടക്കമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് അവിടത്തേക്ക് റോഡ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റോഡ് അവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവും. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി സഹകരിക്കില്ല എന്നൊക്കെ അവർ നേരത്തെ പ്രതികരിച്ചിരുന്നു മീഡിയ വണ്ണിനോട് തന്നെ. അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെങ്കിലും ഈ റോഡ് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടല്ലേ? ഞങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഞങ്ങൾ ഇത് നിങ്ങൾ ഒരു 15 വർഷക്കാലമായിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ നടത്തിയിട്ടുള്ള മുഴുവൻ ഈ വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഭാഗത്ത് അവിടെ നിലവിൽ റോഡ് ഉണ്ടായിരുന്ന സ്ഥലമല്ല, ഇല്ലാതിരുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ചുമന്നുകൊണ്ടുപോയി. ശരിയാണ്, അത് ഒരിക്കലും പാടില്ലാത്തതാണ്. എന്നാൽ പോലും ആ പ്രദേശത്ത് റോഡില്ല എന്നുള്ള അവർക്ക് റോഡ് അവിടെയാണ് ആവശ്യമുണ്ട് എന്ന് അവർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അവിടെ റോഡ് കൊടുക്കാനുള്ള ഇടപെടൽ നടത്താം. നമ്മൾ ചെയ്യാൻ തയ്യാറാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ മലക്കുടിക്കാരുടെ ഈ പ്രയാസത്തിൽ വേഗത്തിൽ നടപടികൾ ഉണ്ടാവട്ടെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തികൾ വേഗം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.